നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടു വോയിഡ് റേഷ്യോയെ കുറിച്ചും പോറോസിറ്റിയെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്, പോറോസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ബൈ ടോട്ടൽ വോളിയം. അതിൽ രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കിനി ഉണ്ട്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ കണ്ടതാണ് വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് എയർ, വോളിയം ഓഫ് സോളിഡ്. അപ്പൊ ഈ വോളിയം ഓഫ് എയറും വോളിയം ഓഫ് വാട്ടറും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ വോളിയം ഓഫ് വോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ സാമ്പിൾ. ഇനി ഇതിനകത്തുള്ളത് അടുത്തത് എയർ കണ്ടന്റ്, എ സി എന്ന് പറയുന്നത് ഈ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സിൽ എന്തുമാത്രം എയർ ഉണ്ട്, ടോട്ടൽ വോളിയംസ്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഇത് എയർ കണ്ടന്റ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അതിന് എസ് ആർ എന്ന് പറയാം, അല്ലെങ്കിൽ എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. അത് വോളിയം ഓഫ് വാട്ടർ ബൈ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ്. നമുക്ക് ഓരോ രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇങ്ങനെ ഒരു സോയിൽ മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. കുറച്ച് മണ്ണ് നമ്മളിങ്ങനെ എടുത്തേക്കുവാണ് ഒരു പാത്രത്തിൽ. അപ്പൊ അതിന് ഒരുപാട് വോയിഡ്സ് ഉണ്ടാവും. ഈ വോയിഡ്സിനെ ഞാൻ കുറച്ച് വലുതാക്കി കാണിക്കുവാണ്. ഇത്രയും വോയിഡ്സ് ഉണ്ടെന്ന് കരുതുക. ഇതിനകത്ത് ടോട്ടൽ വോയിഡ്സ് ഒരു 8 എണ്ണമാണെന്ന് കാണാം. 8 വോയിഡ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എയർ കണ്ടന്റ് എന്ന് പറയുന്നത്, ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാന്ന് വിചാരിക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചപ്പോ എന്താ സംഭവിക്കുന്നത്? ഈ എയർ പാക്കറ്റ്സിലൊക്കെ വെള്ളം കയറി നിറയും. ഇത്രയും എയർ പാക്കറ്റ്സ് അല്ലെങ്കിൽ ഇത്രയും എയർ ഗ്യാപ്സ് വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എയർ കണ്ടന്റ് എത്രയായിരിക്കും? ടോട്ടലി നമുക്ക് 8 എണ്ണം ഉണ്ട്. അതില് 6 എണ്ണം വെള്ളം കൊണ്ട് നിറഞ്ഞു, ബാക്കി എയർ കൊണ്ടുള്ളത് 2 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്രയായിരിക്കും? 0.25 അല്ലെങ്കിൽ 25% ആയിരിക്കും അതിന്റെ എയർ കണ്ടന്റ്. നോർമലി ഇതൊക്കെ നമ്മൾ പെർസെന്റേജിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 8 പോക്കറ്റ്സ് ഉണ്ട്. അതിൽ 6 എണ്ണം എന്തായി? വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പോ അത് വരുമ്പോൾ 3/4 വരും. അതായത് 0.75. അതിന് നമുക്ക് 75%. അപ്പൊ അങ്ങനെ ഒരു സോയിലിന്റെ, ഇങ്ങനെ ഒരു സോയിൽ ആണെങ്കിൽ അതിന്റെ എസ് ആർ, അതിന്റെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് 0.75 അല്ലെങ്കിൽ 75 ഡിഗ്രി ആയിരിക്കും. എയർ കണ്ടന്റ് എന്ന് പറയുന്നത് 25% ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എയർ കണ്ടന്റ് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുന്നത്. ഇനിയിപ്പോ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സോയിലാണെന്ന് കരുതുക. അതായത് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ മുഴുവൻ വെള്ളം ഇത്ര വരെ നിറച്ചു എന്ന് കരുതുക. വെള്ളം ഇത്ര, ഇതിനകത്ത് നിറയെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ എയർ പോക്കറ്റ്സിലെല്ലാം വെള്ളമായി. അങ്ങനെ കംപ്ലീറ്റ്ലി ഫിൽ ആകുമ്പോൾ ഇതിനകത്ത് എത്ര വോയിഡ് ഉണ്ടോ, അതായത് 8/8 ആയിരിക്കും അതിന്റെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അതായത് 1 അല്ലെങ്കിൽ 100%. അങ്ങനെ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽ ആയിട്ടുള്ള, മണ്ണ് മുഴുവൻ ഫിൽ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100 ആയിരിക്കും. ഇനി വേറൊരു കേസിൽ ഇതിപ്പം ഫുള്ളി സാച്ചുറേറ്റഡ്, ഇനി കംപ്ലീറ്റ്ലി ഡ്രൈ കേസിൽ എസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡ്രൈ ആകുമ്പോൾ ഇതിനകത്തൊന്നും വെള്ളമില്ല, ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആണ്, എയർ പാക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ 0 ആയിരിക്കും. 0/8 എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ടില്ല. അപ്പൊ കംപ്ലീറ്റ്ലി ഡ്രൈ കണ്ടീഷനിൽ ഇതിന്റെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 ആയിരിക്കും. അടുത്ത നമുക്ക് ഈ നമ്മൾ കണ്ടു വോയിഡ് റേഷ്യോ. ഇനി ഒരു റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊരു ടേം ഉണ്ട്.
ID. അതിൽ വരുന്നത് Emax minus E by Emax minus E minimum. ഉദ്ദേശിക്കുന്നത് എന്തുമാത്രം Emax minus E minimum, എന്തുമാത്രം വോൾട്ട് റേഷ്യോ, മാക്സിമം വോൾട്ട് റേഷ്യോ എത്രയാണ്, മിനിമം വോൾട്ട് റേഷ്യോ എത്രയാണ്. ആ മാക്സിമം വോൾട്ട് റേഷ്യോക്ക് നമ്മൾ ഇപ്പോഴത്തെ വോൾട്ട് റേഷ്യോ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുമാത്രം ആ സോയില് ഡെൻസ് ആണ്, എന്തുമാത്രം ഗ്യാപ്സ് അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്, അല്ലെ എന്തുമാത്രം ഗ്യാപ്പ് അതിലുണ്ട്. അപ്പോൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റി കുറയുന്നതനുസരിച്ച്, അതായത് അതിന്റെ പെർസെന്റേജ് ഇപ്പോൾ 10% ആണെങ്കിൽ അത് വളരെ ലൂസ് സോയിൽ ആയിരിക്കും. പക്ഷെ ആ പെർസെന്റേജ് കൂടുന്നതനുസരിച്ച് അതൊരു 50-60 ഒക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ചിട്ട് ചില പ്രോബ്ലംസ് ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ടേം നമുക്ക് മനസ്സിലാക്കേണ്ടത് വാട്ടർ കണ്ടന്റ് ആണ്. വാട്ടർ കണ്ടന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. വാട്ടർ കണ്ടന്റ് നോർമലി ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ w കൊണ്ടാണ്. അതായത് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഡ്രൈ മാസ്. അതായത് ഡ്രൈ കണ്ടീഷനിലുള്ള ആ ഒരു സോയിലിന്റെ നകത്തുള്ള വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ടർ കണ്ടന്റ് ഈസ് വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോയിൽസ്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഡെൻസിറ്റി. രണ്ട് തരത്തിലുള്ള ഡെൻസിറ്റി ഉണ്ട്, മാസ് ഡെൻസിറ്റി, വെയിറ്റ് ഡെൻസിറ്റി. അതെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള സാധനമാണ്. മാസ് ഡെൻസിറ്റി എപ്പോഴും ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോള്യൂം ആണ്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യൂം. മറ്റേ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ്, അതിനെയാണ് നമ്മൾ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ബൈ വോളിയം. സോ മാസ് ഡെൻസിറ്റി നമുക്ക് കിട്ടുന്നത് ഗ്രാം പെർ cc ആണ്. നോർമലി ഇതില് നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇതെങ്ങനെയാണ് നമ്മൾ മാസിനെ വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? മാസ് ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞെങ്കിൽ അതേ ഇൻറ്റു 9.81 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തായിട്ട് കിട്ടും? വെയിറ്റ് ഡെൻസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് നമ്മുടെ റോയാണ്. ഇത് ഈ ഒരു സിഗ്മ ഉണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ മാസ് ഡെൻസിറ്റി കിട്ടി, വെയിറ്റ് ഡെൻസിറ്റി കിട്ടി. ഇനി നമുക്ക് വേണ്ട സ്പെസിഫിക് ഗ്രാവിറ്റി. അടുത്തൊരു ടേം ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. നമ്മളിവിടെ വാട്ടർ കണ്ടന്റ് കിട്ടി, നമുക്ക് weight of water by weight of solids density കിട്ടി. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോള്യൂം ഓഫ് മെറ്റീരിയലിന്റെ യൂണിറ്റ് വെയിറ്റ് എടുക്കുക ബൈ ദാറ്റ് ഓഫ് വാട്ടർ. അത്രയും വോള്യൂം വാട്ടർ ഉണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? അതായത് ഏതിന്റെയെങ്കിലും ഒരു വെയിറ്റ്, ഇത് നമുക്കറിയാമല്ലോ, വെയിറ്റ് ബൈ വോള്യൂം ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ സെയിം വോള്യൂം. ഈ രണ്ട് വോള്യൂം സെയിം വോള്യൂം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഇതാ ആ മെറ്റീരിയലിന്റെ വെയിറ്റ്. അതാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് G ആണ്. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ 2-3 ഇക്വേഷൻസ് നമുക്കുണ്ട്. E ഇൻറ്റു SR ഇസ് ഈക്വൽ ടു G ഇൻറ്റു W. ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടായിരിക്കും നോർമലി വരുന്നത്. പിന്നെ വരുന്നത് ഗാമ ബൾക്ക് ഡെൻസിറ്റി ആണ് നമ്മൾ നോർമലി ഇതിൽ ഫോളോ ചെയ്യുന്നത്. അത് വന്നിട്ട് ഗാമ ഓഫ് W ഇൻറ്റു G പ്ലസ് E ഇൻറ്റു SR ബൈ 1 പ്ലസ് E. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. ഇതാണ് നമ്മുടെ ബൾക്ക് ഡെൻസിറ്റി. ഇനി ഇതിനകത്തൊരു കേസിൽ നമുക്കിപ്പം കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ ആണെങ്കിൽ നമ്മുടെ SR എന്തായി മാറും? 0 ആയി മാറും. അപ്പൊ നമുക്ക് ഗാമ W ഇൻറ്റു G ബൈ 1 പ്ലസ് E എന്ന് മാറ്റാൻ പറ്റും. അതാണ് നമ്മുടെ ഡ്രൈ. അതുപോലെ തന്നെ ഗാമ ഡ്രൈ എന്ന് പറയുന്നത് ഗാമ B ബൈ 1 പ്ലസ് W ആണ്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതാം. E ഇൻറ്റു SR is equal to G into W, gamma
B is equal to gamma W into G plus E into SR by 1 plus E. Gamma dry is equal to SR പോവും. അപ്പോൾ gamma W into G by 1 plus E. ഒരു ഹാർബർ എഞ്ചിനീയറിംഗ് 2005 എയുടെ ഒരു പോസ്റ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. A soil sample is having a specific gravity of 2.6. Specific gravity നമുക്ക് തന്നിട്ടുണ്ട് G 2.6 തന്നിട്ടുണ്ട്. And void ratio of 0.78. Void ratio ആണ് തന്നിരിക്കുന്നത് E is equal to 0.78. The water content required. നമുക്ക് water content കണ്ടുപിടിക്കാം. What is the water content? Required to fully saturate the soil. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന proof. Fully saturate condition എന്ന് പറഞ്ഞാൽ നമ്മുടെ SR എന്തായിരിക്കും? 1. At that void ratioയിൽ fully saturated ആണെങ്കിൽ അല്ലെങ്കിൽ ആക്കണമെങ്കിൽ എന്തുമാത്രം വാട്ടർ കണ്ടന്റ് വേണം? നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി. E into SR is equal to G into W. നമുക്ക് വേണ്ടത് വാട്ടർ കണ്ടന്റ് ആണ്. വാട്ടർ കണ്ടന്റ് is equal to E into SR by G. അപ്പൊ ഇതിൽ E നമുക്ക് തന്നിട്ടുണ്ട് 0.78. SR നമുക്കറിയാം 1 ആണ്. ഡിവൈഡ് ബൈ G is 2.6. അപ്പൊ അത് വരുമ്പോൾ 1/3. So it's almost 30%. പെർസെന്റേജിലാണ് കാണുന്നത്. അപ്പം B ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കി വെച്ചാൽ E into SR is G into W. നോർമലി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഈ ഒരു ഇക്വേഷനെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് ഓർക്കേണ്ടത് SR എന്താണ്? SR ഫുള്ളി സാച്ചുറേറ്റഡ് ആണോ? ചിലപ്പോൾ SR 0.5 തന്നിട്ടുണ്ടാവും. SR തന്നിട്ടുണ്ടാവും, E തന്നിട്ടുണ്ടാവും, G കാണും, W കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ തിരിച്ച് ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. E into SR is equal to G into W. അതൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ വരാൻ പറ്റുന്നത് എന്താണ് വോയിഡ് റേഷ്യോ, എന്താണ് പോറോസിറ്റി, പിന്നെ എയർ കണ്ടന്റും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. പിന്നെ വാട്ടർ കണ്ടന്റ് എന്താണ്? വാട്ടർ കണ്ടന്റിൽ ഓർക്കാനുള്ളത് ഡിനോമിനേറ്റർ ഡ്രൈ സോയിലാണ്. ഡ്രൈ സോയിലായിട്ടാണ് നമ്മൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിലാണ് വാട്ടർ കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഇക്വേഷൻ പല ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. E into SR is equal to G into W. പലപ്പോഴും SR 0 ആവാം, SR 1 ആവാം, അങ്ങനെ SR 0.5 ആവാം. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ ബാക്കി നമുക്ക് ഡെറൈവ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഡ്രൈ കണ്ടീഷനിൽ SR 0 ആയിരിക്കും. ഗാമ ബൾക്ക് ഈസ് ഗാമ W into G plus E into SR by 1 plus E. പിന്നെ ഡ്രൈ ഈ രണ്ടെണ്ണം ഓർക്കുക. അപ്പൊ ഇതാണ് ഓൾമോസ്റ്റ് എല്ലാ ഈ ഒരു ടോപ്പിക്കായിട്ട് സോയിൽ മെക്കാനിക്സിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് വരാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്നായിരിക്കും വരുന്ന ഇക്വേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, ബൈ. ഐ എം രാജി. താങ്ക് യു.